കേരള സർവകലാശാല സെനറ്റ് സംഘർഷത്തിൽ കണ്ടാലറിയാവുന്ന 300 പേർക്കെതിരെ കേസെടുത്തു. SFI KSU പ്രവർത്തകർക്കെതിരെയാണ് കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത്. വിശദാംശങ്ങളുമായി അരുൺ സോളമനാണ് ചേരുന്നത്. അരുൺ, എന്തായാലും സർവകലാശാലയ്ക്ക് 1.2 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്നും FIR-ലുണ്ട്. ഇപ്പോൾ എത്ര പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്? ആര്യ, 11-ാം തീയതിയാണ് കേരള സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പ് നടന്നത്. സെനറ്റ് ഇലക്ഷനിൽ നടന്ന 10 സീറ്റുകളിൽ 2 സീറ്റുകൾ KSU ജയിച്ചു എന്നുള്ള ഒരു വിവരം പുറത്തു വന്നതോടുകൂടിയാണ് ഇരു വിദ്യാർത്ഥി സംഘടനകളും സംഘർഷത്തിൽ ഏർപ്പെട്ടു തുടങ്ങിയത്. ഈ സംഘർഷത്തെ തുടർന്ന് സെനറ്റ് ഇലക്ഷൻ റദ്ദാക്കിയിരുന്നു. തുടർന്ന് ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് തന്നെ കേരള എംപ്ലോയീസ് യൂണിയൻ സർവകലാശാല ജീവനക്കാർ തന്നെ ആദ്യം കഴിഞ്ഞ ദിവസം KSU പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരുന്നു. ഇതായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ കേസ്. ഇതും കന്റോൺമെന്റ് സ്റ്റേഷനായിരുന്നു കേസെടുത്തത്. ഇപ്പോൾ രണ്ടാമത്തെ കേസ് നൽകിയിരിക്കുന്നത് കേരള സർവകലാശാല രജിസ്ട്രായിട്ടുള്ള അനിൽകുമാറാണ് നൽകിയിരിക്കുന്നത്. കണ്ടാലറിയാവുന്ന 300 പേർക്കെതിരെയാണ് ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് SFI KSU പ്രവർത്തകർക്കെതിരെയാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രജിസ്ട്രാർ നൽകിയ പരാതിയിൽ 1.20 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് സർവകലാശാലയ്ക്ക്. ഇത്തരത്തിൽ പൊതുമുതൽ നശിപ്പിച്ചു, അതുപോലെ തന്നെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, ഇത്തരത്തിലുള്ള വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ FIR എടുത്തിരിക്കുന്നത്. കന്റോൺമെന്റ് പോലീസാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. നേരത്തെ സർവകലാശാല ജീവനക്കാർ നൽകിയ പരാതിയിൽ 5 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്നടക്കമുള്ള പ്രകാരമാണ് കന്റോൺമെന്റ് സ്റ്റേഷൻ പോലീസ് കേസെടുത്തത്. അതിൽ പ്രധാനമായിട്ടും കണ്ടാലറിയാവുന്ന 10 KSU പ്രവർത്തകർക്കെതിരെയായിരുന്നു കേസെടുത്തത്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, ഇന്നലെ കഴിഞ്ഞ ദിവസം KSU സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള അലോഷ്യസ് സേവ്യർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് SFIക്കെതിരെ നടപടി സ്വീകരിക്കണം, വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത് അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. KSUവിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെയും ഒരു പരാതി നൽകിയിരുന്നില്ല. എന്തായാലും സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തു നിന്ന് എന്തായാലും SFIക്കെതിരെ ഒരു പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ള അടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇപ്പോൾ രജിസ്ട്രാർ നൽകിയ പരാതിയിൽ ഇരു വിദ്യാർത്ഥി സംഘടനകളിൽ നിന്നും കണ്ടാലറിയാവുന്ന 300 പേർക്കെതിരെയാണ് ആര്യ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്.